സിഫിലിസ് എന്ന് പറയുന്നത് ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലെങ്കിൽ STDയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ STIയോ ആണ്. ഇവ നമ്മൾ ട്രീറ്റ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റർ സ്റ്റേജസുകളിലേക്ക് പ്രോഗ്രസ് ചെയ്യുകയും സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കുകയും ചെയ്യും. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സണുമായിട്ടുണ്ടാകുന്ന ക്ലോസ് ആയിട്ടുള്ള ഫിസിക്കൽ കോണ്ടാക്റ്റ് വഴിയും അല്ലാന്നുണ്ടെങ്കിൽ ഇൻഫെക്റ്റഡ് പേഴ്സൻ്റെ ജെനൈറ്റൽസ്, മൗത്ത്, റെക്റ്റം തുടങ്ങിയവയുമായിട്ടുണ്ടാകുന്ന എക്സ്പോഷർ വഴിയുമാണ് നമുക്ക് സിഫിലിസ് ഉണ്ടാവുക. ട്രിപ്പോണിമ പലീഡം എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഇതിൻ്റെ കോസേറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇവ കോമൺലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇൻഫെക്റ്റഡ് പേഴ്സണുമായിട്ടുണ്ടാകുന്ന സെക്ഷൽ ആക്ടിവിറ്റി വഴിയും അല്ലെങ്കിൽ ത്രൂ മൈനർ കട്ട്സ് ഓർ അബ്രേഷൻ ഇൻ സ്കിൻ ഓർ മ്യൂക്കസ് മെംബ്രെയിൻ വഴിയുമാണ്. ലെസ് കോമൺലി ഇൻഫെക്റ്റഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നത് വഴിയും അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള അൺപ്രൊട്ടക്റ്റഡ് ക്ലോസ് കോണ്ടാക്റ്റ്, അതായത് കിസ്സിങ് പോലെയുള്ള കോണ്ടാക്റ്റുകൾ വഴിയും ഇൻഫെക്റ്റഡ് മദറിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്കും അതുപോലെ തന്നെ ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ലിവിങ് ആൻഡ് പ്രിമിറ്റീവ് ഹൗസിങ് കണ്ടീഷൻസുകളിലും അതുപോലെ തന്നെ യൂസ് ഓഫ് ഇല്ലീഗൽ ഡ്രഗ്സ് ഫോർ സെക്സ് ആൻഡ് ക്രാക്ക് കൊക്കെയിൻ അബ്യൂസ് കണ്ടീഷൻസുകളിലും ഇവയുടെ സ്പ്രെഡ് ഉണ്ടാകുന്നുണ്ട്. ഇവയുടെ ക്ലിനിക്കൽ സ്റ്റേജസുകളെ നമുക്ക് പ്രധാനമായും 4ആയി തിരിക്കാം: പ്രൈമറി സിഫിലിസ്, സെക്കൻഡറി സിഫിലിസ്, ലേറ്റൻറ്റ് സിഫിലിസ് ആൻഡ് ടെർഷ്യറി സിഫിലിസ് എന്ന്. ഫസ്റ്റ് വൺ പ്രൈമറി സിഫിലിസ് ആണ്. ഇനിഷ്യൽ ഇൻഫെക്ഷൻ ഉണ്ടായി 2 to 3 വീക്സ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫേം, പെയിൻലെസ്, ഓപ്പൺ സോഴ്സുകൾ ഉണ്ടാകാനായി തുടങ്ങും. ഇവയ്ക്ക് റൗണ്ട്, ഇൻഡുറേറ്റഡ്, റോൾഡ്, റൈസ്ഡ് എഡ്ജസുകളാണ് ഉണ്ടാവുക. ഈ ഫേം ആൻഡ് ഹാർഡ് അൾസറേഷൻസിനെയാണ് നമ്മൾ ഷാങ്കർ എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ 4 to 6 വീക്സ് കഴിയുമ്പോഴത്തേക്കും ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കാതെ തന്നെ ഇവ ഡിസപ്പിയർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇതൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആയതുകൊണ്ട് തന്നെ ഷാങ്കർ കൂടുതലും ജെനൈറ്റൽ ഏരിയാസുകളിലും ANS അല്ലെങ്കിൽ മൗത്തിലുമാണ് കാണപ്പെടുക. മെൻസിൽ ഇവ കൂടുതലും പെനിസിലാണ് ഉണ്ടാകുന്നതെങ്കിൽ വുമൻസിൽ അത് ഔട്ടർ ജെനൈറ്റൽസിലോ അല്ലെങ്കിൽ ഇന്നർ പാർട്ട് ഓഫ് വജൈനയിലോ ആയിരിക്കും ഉണ്ടാവുക. ഈ സ്റ്റേജ് വളരെ കണ്ടേജിയസ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് കൂടിയാണ്. ഇവയുടെ ഓറൽ മാനിഫെസ്റ്റേഷൻസ് പറയാൻ നേരത്ത് ലിപ്സ്, ഓറൽ മ്യൂക്കോസ, ലാറ്ററൽ സർഫസ് ഓഫ് ടങ്, സോഫ്റ്റ് പാലറ്റ്, ടോൺസില്ലാർ ഏരിയ, ഫെറീഞ്ചൽ ഏരിയ ആൻഡ് ജിഞ്ചിവയിലെല്ലാം തന്നെ നമുക്ക് ഷാങ്കർ കാണാനായി സാധിക്കും. 0.5 to 2 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഇവയ്ക്ക് സെക്കൻഡറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിനനുസരിച്ചിട്ടാണ് ഇവ പെയിൻഫുള്ളായി മാറുന്നത്. പ്രൈമറി ലീഷൻ ഉണ്ടായിക്കഴിഞ്ഞ് 4 to 10 വീക്സ് കഴിയുമ്പോഴാണ് സെക്കൻഡറി സിഫിലിസ് ഉണ്ടാകുന്നത്. ഈ സെക്കൻഡറി സിഫിലിസിൽ ഫ്ലാറ്റ് ആൻഡ് റൈസ്ഡ് ആയിട്ടുള്ള പാച്ചസ് ആയിട്ടുള്ള സ്കിൻ റാഷസുകൾ നമുക്ക് കാണാനായി സാധിക്കും. 2 സെൻറ്റിമീറ്ററിൽ താഴെ ഡയമീറ്റർ ഉള്ള ഇവ സ്മോൾ, റെഡിഷ് ബ്രൗൺ, സോളിഡ്, ഫ്ലാറ്റ് റൈസ്ഡ് സ്കിൻ റാഷസ് ആയിട്ടായിരിക്കും കാണപ്പെടുക. ഇവ കൂടാതെ ഫീവർ, സിവിയർ ത്രോട്ട് പെയിൻ, വെയ്റ്റ് ലോസ്, ഹെഡ് ഏക്ക്, എൻലാർജ്ഡ് ലിംഫ് നോഡ്സ്, ഫെറ്റീഗ്, ഏക്ക് ആൻഡ് പെയിൻസ് ഇൻ ബോൺസ് ആൻഡ് ജോയിൻറ്റ്സ് എല്ലാം കാണാനായി സാധിക്കും. സെക്കൻഡറി സിഫിലിസിൽ മ്യൂക്കസ് മെംബ്രെയിനും സ്കിൻ റാഷസുകളിലും ഡയറക്റ്റായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാകുന്നത് വഴി ഇവ സ്പ്രെഡ് ചെയ്യും. സോ ഇവ ഹൈലി കണ്ടേജിയസ് ആണ്. അതുപോലെ തന്നെ ഓർഗാനിസംസ് ബ്ലഡ് സ്ട്രീമിലേക്ക് എൻ്റർ ചെയ്തിട്ടും ഉണ്ടാകും. 2 to 12 വീക്സ് കഴിയുമ്പോഴത്തേക്കും ഇവ തനിയെ ഹീൽ ചെയ്യപ്പെടുമെങ്കിലും ഇവയ്ക്കുണ്ടാകുന്ന സ്കാർ എന്ന് പറയുന്നത് സ്കാർ ഫോർമേഷൻ ഉണ്ടാവത്തില്ല, പകരം ഒരു സ്കിൻ ഡിസ്കളറേഷൻ നമുക്ക് ആ ഏരിയാസുകളിൽ കാണാനായി സാധിക്കും. ഓറൽ മാനിഫെസ്റ്റേഷൻ നോക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് നമുക്ക് സ്നെയിൽ ട്രാക്ക് അൾസേഴ്സ് ആണ്. സ്ലൈറ്റ്ലി റൈസ്ഡ് ഗ്രേയിഷ് വൈറ്റ് ലീഷൻസ് ആണ് സറൗണ്ടഡ് ബൈ എർത്തിമാറ്റസ് ബേസ്. അതുപോലെ തന്നെ ടങ്, ബക്കൽ മ്യൂക്കോസ, ടോൺസില്ലർ ആൻഡ് ഫെറിഞ്ചൽ റീജിയൻസ്, ലിപ്സ് എന്നിവിടങ്ങളിലെല്ലാം തന്നെ നമുക്ക് മ്യൂക്കസ് പാച്ചസ് കാണാനായി സാധിക്കും. നമ്മുടെ കോർണർ ഓഫ് ലിപ്സിൽ നമുക്ക് കാണപ്പെടുന്ന സ്പ്ലിറ്റ് പാപ്യൂൾസുകളും വാർട്ട് ലൈക്ക് പാപ്യൂൾസുകളായിട്ടുള്ള കോണ്ടൈലോമ ലാക്ടങ്ങളും എല്ലാം തന്നെയും ഇവിടെ കാണാനായി സാധിക്കും. അതിനോടൊപ്പം തന്നെ റീജിയണൽ ലിംഫഡിനോപ്പതിയും ഉണ്ടാകും. അത് കഴിഞ്ഞുണ്ടാകുന്നതാണ് ലാറ്റൻറ്റ് സിഫിലിസ് എന്ന് പറയുന്നത്. ഒരു വിധത്തിലുള്ള സിംറ്റംസും ഉണ്ടാകാത്ത ഈ ടൈമിൽ ബാക്ടീരിയ ഇൻറ്റേർണൽ ഓർഗൻസിനെ എല്ലാം ഡാമേജ് ചെയ്യാനായി തുടങ്ങിയിട്ടുണ്ടാകും. ബ്രെയിൻ, ഹാർട്ട്, സെക്ഷൽ ഓർഗൻസിനെ എല്ലാം ആണ് ഇവ പ്രധാനമായിട്ടും ഡാമേജ് ചെയ്യിപ്പിക്കുക. അടുത്തത് വരുന്നത് ടെർഷ്യറി സിഫിലിസ് ആണ്. പാരാലിസിസ്, ഗ്രാജുവൽ ബ്ലൈൻഡ്നെസ്, ഡിറ്റീരിയോറേഷൻ ഓഫ് ബ്രെയിൻ, ലോസ് ഓഫ് കോർഡിനേഷൻ, ഷൂട്ടിംഗ് പെയിൻ ആൻഡ് ഡെത്ത് എന്നിവയാണ് ഇവയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിൽ ഉണ്ടാകുന്നതാണ് ഗമ്മാസ് എന്ന് പറയുന്നത്. സോഫ്റ്റ് ട്യൂമർ ലൈക്ക് ബോൾസ് ഓഫ് ഇൻഫ്ലമേഷൻ ആണ് ഇവ. ബോഡിയിലെ ഏത് പോർഷനിൽ വേണമെങ്കിലും ഈ ഗമ്മാസ് ഉണ്ടാകാം.
ടെർഷറി സിഫിലിസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ് ന്യൂറോസിഫിലിസ്, കാർഡിയോവാസ്കുലർ സിഫിലിസ് ആൻഡ് ഗമ്മാറ്റസ് സിഫിലിസ് എന്ന് പറയുന്നത്. ഇവ സിവിയർ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് ആണ്. ഗമ്മാറ്റസ് സിഫിലിസ് എന്ന് പറയുമ്പം ബോൺ, സ്കിൻ, ലിവർ എന്നിവയൊക്കെ ഉണ്ടാകുന്ന സിവിയർ ഡിസ്ട്രക്ഷനാണ്. അതേസമയം കാർഡിയോവാസ്കുലർ സിഫിലിസിൽ സിഫിലിക് അയോർട്ടൈറ്റിസ്, അന്യൂറിസം, അയോട്ടിക് റിഗർഗിറ്റേഷൻ അതുപോലെ തന്നെ കൊറോണറി ആർട്ടറി ഡിസീസുകളും ഉണ്ടാകാം. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിനെ സ്ലോ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഉണ്ടാകുന്ന സ്ലോ പ്രോഗ്രസീവ് ഡിസ്ട്രക്റ്റീവ് ഇൻഫെക്ഷനാണ് ന്യൂറോസിഫിലിസ് എന്ന് പറയുന്നത്. ഇവയുടെ ഓറൽ മാനിഫെസ്റ്റേഷൻസിൽ കാണപ്പെടുന്ന ഇമ്പോർട്ടൻ്റ് ഒന്ന് ലൂട്ടിക് ഗ്ലോസൈറ്റിസ് ആണ്. ടങ്ങിൽ ഉണ്ടാകുന്ന കംപ്ലീറ്റ് അട്രോപ്പിയും അതുപോലെ തന്നെ ഫൈബ്രസ് ടെക്സ്ചറുമാണ് ലൂട്ടിക് ഗ്ലോസൈറ്റിസ് എന്ന് പറയുന്നത്. ഗമ്മ ജോയിൽ എവിടെ വേണമെങ്കിലും ഉണ്ടാകാം. അതുപോലെ തന്നെ പാലറ്റ്, മാൻഡിബിൾ, ടങ്ങിലൊക്കെയാണ് ഇവ ഫ്രീക്വൻ്റായി കാണപ്പെടുന്നത്. ഇതിനോടൊപ്പം തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയും സോളോയിങ് ഡിഫിക്കൽട്ടിയും ഉണ്ടാകും. ഇത്രയുമാണ് ഇവയുടെ ക്ലിനിക്കൽ സ്റ്റേജസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മദറിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് ഉണ്ടാകുന്നത് കൺജനൈറ്റൽ സിഫിലിസ് ആണ്. ഇവ സ്പ്രെഡ് ആകുന്നത് സെക്കൻഡറി സ്റ്റേജ് ഓഫ് സിഫിലിസിലാണ്. പ്രഗ്നൻസി സമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളിൽ ഡീഫോമിറ്റീസും അതുപോലെ തന്നെ ഡെത്തും വരെ ഉണ്ടാകാം. ഹച്ചിൻസൺസ് ട്രയാഡാണ് ഇതിൻ്റെ കീ ഡയഗ്നോസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത്. ഹൈപ്പോപ്ലേഷ്യ ഓഫ് ദ പെർമനൻറ്റ് ഇൻസിസർ ആൻഡ് പെർമനൻറ്റ് മോളാർസ്, അതുപോലെ തന്നെ 8 നെർവ് ഡെഫ്നെസ്സും ഇൻറ്റർസ്റ്റീഷ്യൽ കെരാറ്റൈറ്റിസുമാണ് ഇതിൻ്റെ കീ ഫീച്ചേഴ്സുകൾ എന്ന് പറയുന്നത്. ഓറൽ മാനിഫെസ്റ്റേഷൻസ് ആയിട്ട് മൾബറി മോളാർസുകളും സ്ക്രൂ ഡ്രൈവർ ഷേപ്ഡ് ഇൻസൈസസും അതുപോലെ തന്നെ ലോവർ ലിപ്സ് നിയർ ദ ആംഗിൾ ഓഫ് മൗത്തിൻ്റെ അവിടെയുള്ള സ്കാൾസുകളും എല്ലാം നമുക്ക് പറയാനായി സാധിക്കും. കാർബോഹൈഡ്രേറ്റ്സിനെ 3 ഗ്രൂപ്പുകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മോണോസാക്രൈഡ്, ഒലിഗോസാക്രൈഡ്, പോളിസാക്രൈഡ് എന്നും. മോണോസാക്രൈഡും ഒലിഗോസാക്രൈഡും ടേസ്റ്റ് ചെയ്യാൻ സ്വീറ്റ് ടേസ്റ്റാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ അവയ്ക്കൊരു ക്രിസ്റ്റലിൻ ക്യാരക്ടറാണുള്ളത്. അതുപോലെ തന്നെ വാട്ടറിൽ സോളുബിളുമാണ്. അതുകൊണ്ട് തന്നെ ഇവയെ രണ്ടിനെയുമാണ് നമ്മൾ കോമൺലി ഷുഗേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ മോണോസാക്രൈഡ് ആണ്. മോണോസാക്രൈഡ് സിംപ്ലസ്റ്റ് ഗ്രൂപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്. ഇവയെ നമുക്ക് ഫർദറായിട്ട് വീണ്ടും ഹൈഡ്രോലൈസ് ചെയ്യാനായി സാധിക്കത്തില്ല. ഇവയുടെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2ON ആണ്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയെല്ലാമാണ് കോമൺ ആയിട്ടുള്ള മോണോസാക്രൈഡ്സ് എന്ന് പറയുന്നത്. ഇവയുടെ ഫങ്ഷണൽ ഗ്രൂപ്പിനും അതുപോലെ തന്നെ നമ്പർ ഓഫ് കാർബൺ ആറ്റംസിനും അനുസരിച്ചിട്ട് നമുക്ക് ഇവയെ രണ്ടായി തിരിക്കാം. ഒന്ന് ആൽഡോസ് എന്നും മറ്റൊന്ന് കീറ്റോസ് എന്നും. ആൽഡോസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിലുണ്ടാകുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽഡിഹൈഡാണ്. ഇവയുടെ എക്സാമ്പിളാണ് ഗ്ലിസറാൾഡിഹൈഡും ഗ്ലൂക്കോസും. അതേസമയം കീറ്റോസിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് കീറ്റോൺ ആണ് ഉണ്ടാവുക. അതിൻ്റെ എക്സാമ്പിളാണ് ഡൈഹൈഡ്രോക്സി അസറ്റോണും ഫ്രക്ടോസും. ഒലിഗോസാക്രൈഡുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇവയെ ഹൈഡ്രോലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 to 10 മോണോസാക്രൈഡുകൾ കിട്ടും. ഇതിലുണ്ടാകുന്ന നമ്പർ ഓഫ് മോണോസാക്രൈഡിനനുസരിച്ചിട്ട് ഒലിഗോസാക്രൈഡുകളെ നമുക്ക് ഫർദറായിട്ട് വീണ്ടും ഡൈസാക്രൈഡ്, ട്രൈസാക്രൈഡ്സ്, ടെട്രാസാക്രൈഡ്സ് എന്നെല്ലാം നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാനായി സാധിക്കും. ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഡൈസാക്രൈഡുകളാണ് സൂക്രോസ്, ലാക്ടോസ് ആൻഡ് മാൾട്ടോസ്. സൂക്രോസ് എന്ന് പറയുന്നത് നമ്മുടെ കെയിൻ ഷുഗർ, ബീറ്റ് ഷുഗർ, പൈനാപ്പിളിൽ നിന്നെല്ലാം കിട്ടുന്നതാണ്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ടേബിൾ ഷുഗർ എന്ന് പറയുന്നതും സൂക്രോസാണ്. ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടെ ചേർന്നുണ്ടാകുന്ന ഡൈസാക്രൈഡാണ് സൂക്രോസ് എന്ന് പറയുന്നത്. ലാക്ടോസ് എന്ന് പറയുന്നത് മിൽക്ക് ഷുഗറാണ്. ബ്രസ്റ്റ് ഫെഡ് ഇൻഫൻസിന് ഉണ്ടാകുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് സോഴ്സാണ് ലാക്ടോസ് എന്ന് പറയുന്നത്. അതേസമയം ലാക്ടേസ് ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത് ഡയറിയ, ഫ്ലറ്റുലൻസ് എന്നീ അസുഖങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഗാലക്ടോസും ഗ്ലൂക്കോസും ചേർന്നുണ്ടാകുന്ന ഡൈസാക്രൈഡാണ് ലാക്ടോസ് എന്ന് പറയുന്നത്. അടുത്തത് മാൾട്ടോസ് ആണ്. മാൾട്ടോസ് സ്റ്റാർച്ചിൻ്റെ ഒരു ഹൈഡ്രോളിസിസ് പ്രോഡക്റ്റാണ്. ജെർമിനേറ്റിംഗ് സീഡുകളിലാണ് ഇവ ഏറ്റവും കൂടുതലായി കാണപ്പെടുക. ഇവ സ്റ്റാർച്ചിൻ്റെ ഡൈജഷൻ സമയത്ത് ഒരു ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റായിട്ട് ഫോം ചെയ്യുകയും ചെയ്യും. 2 ഗ്ലൂക്കോസ് യൂണിറ്റുകൾ ചേർന്നുണ്ടാകുന്നതാണ് മാൾട്ടോസ് എന്ന് പറയുന്നത്. അടുത്തത് പോളിസാക്രൈഡുകളാണ്. പോളിമേഴ്സ് ഓഫ് മോണോസാക്രൈഡ് യൂണിറ്റുകളാണ് പോളിസാക്രൈഡുകൾ എന്ന് പറയുക. ഇവയ്ക്ക് വലിയ മോളിക്കുലാർ വെയ്റ്റുകളുണ്ടാകും. ഇവ യൂഷ്വലി ടേസ്റ്റ്ലെസ് ആണ്. അതുപോലെ തന്നെ വാട്ടറിൽ ഇവ കൊളോയിഡുകൾ ഫോം ചെയ്യുകയും ചെയ്യും.
ഒരേ തരത്തിലുള്ള മോണോസാക്രൈഡുകൾ കൊണ്ടാണ് ഇവ ഉണ്ടാക്കിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കവയെ ഹോമോ പോളിസാക്രൈഡുകളെന്നും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോണോസാക്രൈഡുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ നമുക്കവയെ ഹെട്രോ പോളിസാക്രൈഡുകളെന്നും പറയാം. വൈറ്റമിൻ സി അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ് ഹ്യൂമൻസിന് സിന്തസൈസ് ചെയ്യാനായി സാധിക്കത്തില്ല ഡ്യൂ ടു ദ ലാക്ക് ഓഫ് എൻ എൻസൈം എൽ ഗുലനോ ലാക്ടോൺ ഓക്സിഡേസ്. അതുകൊണ്ട് തന്നെ ഡയറ്ററി സോഴ്സ് മാത്രമാണ് വൈറ്റമിൻ സിയുടെ സോഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് സിട്രസ് ഫ്രൂട്ട്സ് ആണ്. അതുപോലെ തന്നെ ഗൂസ്ബെറി, ഗുവ, ഗ്രീൻ വെജിറ്റബിൾസ്, ടൊമാറ്റോ, പൊട്ടറ്റോ എല്ലാം തന്നെയും വൈറ്റമിൻ സിയുടെ ഡയറ്ററി സോഴ്സാണ്. മിൽക്ക് എന്ന് പറയുന്നത് അസ്കോർബിക് ആസിഡിൻ്റെ ഒരു പുവർ സോഴ്സാണ്. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിസീസാണ് സ്കർവി എന്ന് പറയുന്നത്. ആസിഡ് ബേസ് ഇംബാലൻസുകൾ കൊണ്ടുണ്ടാകുന്ന ഡിസോർഡേഴ്സുകളെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം: ആൽക്കലോസിസ് എന്നും അസിഡോസിസ് എന്നും. ആൽക്കലോസിസിനകത്ത് മെറ്റബോളിക് ആൽക്കലോസിസും റെസ്പിറേറ്ററി ആൽക്കലോസിസും ഉണ്ടാകുന്നുണ്ട്. അസിഡോസിസ് വരുമ്പോഴത്തേക്കും മെറ്റബോളിക് അസിഡോസിസും റെസ്പിറേറ്ററി അസിഡോസിസുമാണ് വരുന്നത്. മെറ്റബോളിക് ആയിട്ടുള്ള ആസിഡ് ബേസ് ഇംബാലൻസുകളെല്ലാം തന്നെയും ബൈകാർബണേറ്റ് അയോൺസിൻ്റെ കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണവും, റെസ്പിറേറ്ററി ആസിഡ് ബേസ് ഡിസോർഡേഴ്സ് എല്ലാം തന്നെ കാർബോണിക് ആസിഡിൻ്റെ വ്യത്യാസങ്ങൾ കാരണവുമായിരിക്കും ഉണ്ടാവുക. ആദ്യത്തത് മെറ്റബോളിക് അസിഡോസിസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും ബൈകാർബണേറ്റ് അയോണിൻ്റെ റിഡക്ഷൻ കാരണമാണ് മെറ്റബോളിക് അസിഡോസിസ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ബൈകാർബണേറ്റ് അയോണിൻ്റെ റിഡക്ഷൻ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നി H+ അയോൺസിൻ്റെ ബഫറിംഗ് ആക്ഷൻ കാരണം ബൈകാർബണേറ്റ് അയോൺസുകളെ യൂട്ടിലൈസ് ചെയ്യുന്നത് കാരണമോ, യൂറിൻ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റ് വഴി അവയെ ലോസ് ചെയ്യുന്നത് കാരണമോ, അല്ലെങ്കിൽ റീജനറേഷനിൽ ഉണ്ടാകുന്ന ഫെയില്യൂർ കാരണമോ ആയിരിക്കും നമുക്ക് ബൈകാർബണേറ്റ് അയോൺസിൻ്റെ റിഡക്ഷൻ ഉണ്ടാകുന്നത്. വേറൊരു ഇമ്പോർട്ടൻ്റ് കോസ് എന്ന് പറയുന്നത് എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് ഓർഗാനിക് ആസിഡുകളാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഓർഗാനിക് ആസിഡുകൾ ബൈകാർബണേറ്റ് അയോൺസുകളെ കൺസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവ കൂടുതലും കാണപ്പെടുന്നത് സിവിയർ ആയിട്ടുള്ള അൺകൺട്രോൾഡ് ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാകുന്ന സമയത്താണ്. ഈ സമയങ്ങളിൽ ഉണ്ടാകുന്ന ഓർഗാനിക് ആസിഡുകളാണ് അസറ്റോ അസറ്റിക് ആസിഡും അതുപോലെ തന്നെ ബീറ്റാ ഹൈഡ്രോക്സി ബ്യൂട്രിക് ആസിഡും. ഇതിൻ്റെ ഫലമായിട്ടാണ് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് ഉണ്ടാകുന്നത്. അടുത്തത് റെസ്പിറേറ്ററി അസിഡോസിസ് ആണ്. ഇവ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ റീറ്റൻഷൻ കാരണം ഉണ്ടാകുന്ന കാർബോണിക് ആസിഡിൻ്റെ ഇൻക്രീസ്ഡ് ലെവൽ കാരണമാണ് റെസ്പിറേറ്ററി അസിഡോസിസ് ഉണ്ടാകുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് റീറ്റെയിൻ ചെയ്യാനുള്ള കാരണമായിട്ട് നമ്മൾ പറയുന്നത് റെസ്പിറേറ്ററി സെൻറ്ററിൽ ഉണ്ടാകുന്ന ഡിപ്രഷനും പൾമനറി ഡിസോർഡേഴ്സോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻക്രീസ്ഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള ഏരിയസുകളിൽ ബ്രീത്ത് ചെയ്യുന്നത് കാരണമോ ആയിരിക്കും. അടുത്തത് മെറ്റബോളിക് ആൽക്കലോസിസ് ആണ്. ബൈകാർബണേറ്റ് അയോൺസുകളുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് കാരണം ഉണ്ടാകുന്നതാണ് മെറ്റബോളിക് ആൽക്കലോസിസ് എന്ന് പറയുന്നത്. ഇതിന് കാരണമാകുന്നത് എക്സസീവ് വൊമിറ്റിംഗ് കാരണം നമുക്ക് ലോസ് ആകുന്ന H+ അയോൺസ് കാരണമോ, അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എക്സസീവ് ഇൻടേക്ക് ഓഫ് സോഡിയം ബൈകാർബണേറ്റ് അയോൺസുകൾ എടുക്കുന്നത് കാരണമോ ആയിരിക്കാം. കുഷിംഗ് സിൻഡ്രോം ഉണ്ടാകുന്ന സമയത്ത് ആൽഡോസ്റ്റിറോണിൻ്റെ ലെവൽ നമ്മുടെ ബോഡിയിൽ വളരെ കൂടുതലായിരിക്കും. ആൽഡോസ്റ്റിറോണിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സോഡിയം അയോൺസുകളുടെ റീറ്റൻഷനും പൊട്ടാസ്യം അയോൺസുകളുടെ എക്സ്ക്രീഷനുമാണ്. ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ബോഡിയിൽ ഹൈപ്പോകലീമിയ ഉണ്ടാകും. മെറ്റബോളിക് ആൽക്കലോസിസ് കോമൺലി വരുന്നതും ഹൈപ്പോകലീമിയ പോലെയുള്ള കണ്ടീഷൻസുകളിലാണ്. അടുത്ത റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആണ്. കാർബോണിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന ഡിക്രീസ് കാരണമാണ് റെസ്പിറേറ്ററി ആൽക്കലോസിസ് ഉണ്ടാകുന്നത്. ഇതിന് കാരണമായി പറയുന്നത് നമ്മുടെ ഹൈപ്പർ വെന്റിലേഷൻ കാരണം നമ്മളെ ബോഡിയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയുന്നതാണ്. ഹിസ്റ്റീരിയ, ഹൈപ്പോക്സിയ, increased intracranial pressure, excessive artificial ventilation and action of drugs that stimulate respiratory centers എല്ലാമാണ് ഇൻക്രീസ്ഡ് എക്സ്ഹലേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലാന്നുണ്ടെങ്കിൽ ഹൈപ്പർ വെന്റിലേഷന് കാരണമായി നമ്മൾ പറയുക.
റെസ്പിറേറ്ററി അല്ലെങ്കിൽ മെറ്റബോളിക് ആൽക്കലോസിസിൻ്റെ ഫലമായിട്ട് ബ്ലഡ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ആയിട്ടുള്ള ആൽബുമിൻ്റെ അയണൈസേഷൻ നടക്കുകയും അവയുടെ ആനയോൺസ് ഫോം ചെയ്യുകയും ചെയ്യും. ഇവ ഫ്രീ ആയിട്ടുള്ള കാൽഷ്യം അയോൺസുകളുമായിട്ട് ബൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം സിവിയർ ആയിട്ടുള്ള ആൽക്കലോസിസ് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് ഈ കാൽഷ്യം അയോൺസുകളെല്ലാം കൺസ്യൂം ചെയ്യപ്പെടുകയും ഹൈപ്പോ കാൽസ്യമia ഉണ്ടാവുകയും ഇതാണ് ടെറ്റനിക്ക് കാരണമായി മാറുകയും ചെയ്യുന്നത്.